ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊലസി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എന്താണ് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. മറ്റൊന്നുമല്ല, കൊക്കോപിറ്റ് അഥവാ ചകിരിച്ചോറാണ്. ഒരു 90% ആളുകളും കൃഷിയിലായാലും ഗാർഡനിങ്ങിലായാലും നമ്മൾ കൊക്കോപിറ്റ് അഥവാ ചകിരിച്ചോറ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പലപ്പോഴും നമ്മൾ വില കൊടുത്ത് ഒത്തിരി ചെടികളും അതേപോലെ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് വളവും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ നട്ടുകൊടുക്കും. ചെടിയായാലും വിത്തായാലും എന്തായാലും നമ്മൾ നട്ടുകൊടുത്ത് ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ആ ചെടിയുടെ ഇലയൊക്കെ മഞ്ഞിച്ച് ആ ചെടി പാടെ നശിച്ചു പോകും. മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ഇത് വാങ്ങിയവരെ കുറ്റം പറയാറുണ്ട്. അവരുടെ കുഴപ്പം കൊണ്ടാണ് ഈ ചെടിയൊക്കെ ചീത്തയായി പോകുന്നത്. ശരിക്കും ഇത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മൾ ഉപയോഗിച്ച കൊക്കോപിറ്റ് അഥവാ ചകിരിച്ചോറിന്റെ ഉപയോഗം കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അത് എങ്ങനെ നമുക്ക് മാറ്റാമെന്നും അല്ലെങ്കിൽ നമ്മൾ കൊക്കോപിറ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ നോക്കി വേണം ഈ ഒരു കൊക്കോപിറ്റ് വാങ്ങേണ്ടത് എന്നതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്കപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊക്കോപിറ്റിനെ കുറിച്ച് അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും കൃഷിയിൽ ഉപയോഗിക്കാനായാലും ഗാർഡനിങ്ങിൽ ഉപയോഗിക്കാനായാലും കൊക്കോപിറ്റുകൾ വാങ്ങാറുണ്ട്. കൊക്കോപിറ്റ് അഥവാ ചകിരിച്ചോറ് അതിപ്പോൾ ചിലപ്പോൾ ലൂസായിട്ടായിരിക്കും വാങ്ങുന്നത്. ചകിരി ഫാക്ടറിയിൽ നിന്നൊക്കെ ലൂസായിട്ട് വാങ്ങുന്നവരുമുണ്ടാവും, ഇനി ബ്ലോക്സ് ആയിട്ട് വാങ്ങുന്നവരുണ്ടാവും. അതായത് ഇതുപോലെ ബ്ലോക്സുകളായിട്ട് വാങ്ങുന്നവരുമുണ്ടാവും. ഇതിപ്പോൾ ഒരു 4 to 5 kg ബ്ലോക്സ് ആണ്. ഇതുപോലെ 1/2 kg, 1 kg, 2.25 kg, 2.5 kg അങ്ങനെ പല പല അളവുകളിൽ ബ്ലോക്സുകൾ ഉണ്ടാകും. ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു ബ്ലോക്സ് വാങ്ങി ഡയറക്റ്റ് കൃഷിയിലോ ഗാർഡനിങ്ങിലോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളൊക്കെ പലപ്പോഴും വീടുകളിൽ തേങ്ങയൊക്കെ പൊതിക്കുമ്പോഴും അതിൻ്റെ തൊണ്ടിൽ നിന്ന് ചകിരിച്ചോറ് ഇങ്ങനെ നിലത്തൊക്കെ വീഴുന്നത് കാണാം. ആ ചകിരിച്ചോറ് ഒരിക്കലും ഇതുപോലെ ബ്ലോക്സുകളായിട്ടല്ല കാണുന്നത്. അപ്പോൾ ഇതിന് ഇവർ വാണിജ്യ അടിസ്ഥാനത്തിൽ അതിനൊരു മോയ്സ്ചർ കണ്ടന്റ് പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് ഇതിനെ ബ്ലോക്സുകളാക്കിയാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. 1 കിലോ ബ്ലോക്സിനെ നമ്മൾ ഒരു കുതിർത്തെടുത്തപ്പോൾ ഏകദേശം 5 കിലോയോളം അത് ആകാറുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും ഈ ചകിരിച്ചോറിൽ സാൾട്ടിൻ്റെ കണ്ടന്റ് കൂടുതലാണെന്ന്. എന്നാൽ ചിലർക്കെങ്കിലും അറിയാത്തവരും ഉണ്ടാകും. ഈ ഒരു കൊക്കോപിറ്റിൽ ഒത്തിരി സാൾട്ടിൻ്റെ അളവുണ്ട്. ഇനി സാധാരണയായിട്ട് ഈ കൊക്കോപിറ്റ് തീരപ്രദേശങ്ങളിൽ നിന്നാണ് സംസ്കരിച്ച് എടുക്കുന്നതെങ്കിൽ അതിൽ സാൾട്ടിൻ്റെ അളവ് ഈ പറയുന്നതിലും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ സാൾട്ടിൻ്റെ അളവ് കൂടുതലായാൽ തന്നെ നമ്മുടെ ചെടിക്ക് അത് ഹാംഫുള്ളായിട്ട് ബാധിക്കും. പിന്നെ ഇതിൽ 2 പ്രധാനപ്പെട്ട സബ്സ്റ്റൻസുകൾ അടങ്ങിയിട്ടുണ്ട്. അത് ലിഗ്നിനും ടാനിനും എന്നുള്ള 2 സബ്സ്റ്റൻസുകളാണ്. ഈ സബ്സ്റ്റൻസുകൾ ഒരു ഗമ്മി നേച്ചറുള്ളത്, അതായത് ഒട്ടിപ്പിടിക്കുന്ന നേച്ചറുള്ളവയാണ്. ഇത് നമ്മൾ വളവും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് ചെടിയെ നട്ടുകൊടുക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ വേരുകളിൽ പറ്റിപ്പിടിക്കുകയും ആ വേരുകൾക്ക് മണ്ണിൽ നിന്ന് വളവും ലവണങ്ങളും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഒന്നും തന്നെ വലിച്ചെടുക്കാൻ കഴിയാതെ വരികയും അങ്ങനെയാണ് ഈ ചെടികൾ ഇലയൊക്കെ മഞ്ഞിച്ച് നശിച്ചു പോകുന്നത്. അപ്പം മുമ്പൊക്കെ ഇതുപോലുള്ള കൊക്കോപിറ്റ് ബ്ലോക്കുകൾ കറക്റ്റ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നവയിലൊന്നും തന്നെ ഇതങ്ങനെയൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കൊക്കോപിറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. മെയിനായിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ 5 കാര്യങ്ങൾ നോക്കി നമ്മളൊരു കൊക്കോപിറ്റ് നമുക്ക് വാങ്ങാം. വാങ്ങിയതിന് ശേഷവും നമുക്കതിനെ അതുപോലെ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. വാങ്ങിയാൽ തന്നെയും അതിനെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കൃഷിയിലോട്ട് ഉപയോഗിക്കരുത്. അതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനെ നമ്മൾ കൃഷിയിലും ഗാർഡനിങ്ങിലും ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്വാളിറ്റി ഉള്ള കൊക്കോപിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, pH, അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ്, അതിൻ്റെ ലിഗ്നിൻ്റെ അളവ് ഇതൊക്കെ അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ഒന്നാമതായിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അഥവാ EC എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെഷറാണ്, ഒരു അളവാണ്. എന്തിൻ്റെ അളവെന്ന് വെച്ചാൽ ഇതിൻ്റെ സാൾട്ടിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും അളവാണ് EC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് തന്നെ LECയും ഉണ്ട്, HECയും ഉണ്ട്. LEC മീൻസ് ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും HEC മീൻസ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുമാണ്. LEC ഉള്ളതാണെങ്കിൽ ട്രീറ്റ് ചെയ്ത് വരുന്ന കൊക്കോപിറ്റുകളാണ്. അതിനെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കൃഷിയിൽ ഉപയോഗിക്കാം. പക്ഷേ LEC വരുന്ന കൊക്കോപിറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ കാണാറേ ഇല്ല. സാധാരണയായി കണ്ടുവരുന്നത് HEC ആയിട്ടുള്ള കൊക്കോപിറ്റുകളാണ്. അപ്പോൾ EC എന്നായിരിക്കും അവർ ഈ കൊക്കോപിറ്റ് രേഖപ്പെടുത്തിക്കുന്നത്. അപ്പോൾ EC 1% താഴെയാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല സാധനമായിരിക്കും. കൂടാതെ അടുത്തത് pH ആണ്. നമ്മുടെ മണ്ണിൽ ഒത്തിരി സൂക്ഷ്മാണുക്കളുണ്ട്. അവയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ pHന് വളരെയേറെ പങ്കുണ്ട്. അപ്പോൾ ഈ കൊക്കോപിറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ pH 5.5നും 6.8നും ഇടയിലാണ് എന്ന് ഉറപ്പുവരുത്തുക.
മൂന്നാമത്തെ ഘടകം ലിഗ്നിന്റെ അളവാണ്. ലിഗ്നിൻ എന്ന് പറയുന്നത് ഒരു ഗമ്മി നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ ഒരു കൊക്കോപിറ്റിൽ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ലിഗ്നിൻ എന്ന് പറയുന്നത്. അത് അളവ് കൂടിപ്പോയാൽ തന്നെ ചെടി നശിച്ചു പോകും. അപ്പോൾ അതിന്റെ അളവ് 5% താഴെയായിരിക്കണം. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും, ചെടിയുടെ വേരുകളിലൊക്കെ പറ്റിപ്പിടിച്ച് ചെടിക്ക് ഒന്നും തന്നെ വലിച്ചെടുക്കാൻ പറ്റാതെ ഇത് നശിച്ചു പോവുകയാണ് ചെയ്യാറ്. നാലാമത്തേത് സാൾട്ടിന്റെ അളവാണ്. സാൾട്ടിന്റെ അളവും 1% താഴെയായിരിക്കണം. പിന്നെ വരുന്നത് മോയ്സ്ചർ കണ്ടന്റ് ആണ്. മോയ്സ്ചർ കണ്ടന്റും 20% താഴെയായിരിക്കണം. അപ്പൊ അതിന്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ ക്വാളിറ്റിയൊക്കെ ഉള്ള കൊക്കോപിറ്റ് വാങ്ങിയെങ്കിൽ തന്നെയും അതിനെയും നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ 100% ഉറപ്പോടുകൂടി ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കണം. എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാമെന്നത് പല രീതിയിൽ പലരും ഇതിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു കൊക്കോപിറ്റ് ബ്ലോക്സിനെ നമുക്ക് കൃഷിയിലൊക്കെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് സാധാരണയായിട്ട് ഒട്ടുമിക്ക പേരും ചെയ്യുന്ന ഇതിനെ ട്രീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 1 കിലോ വെയിറ്റ് ഉള്ള ബ്ലോക്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തെടുക്കുമ്പോൾ ഏകദേശം അത് 5 കിലോയോളം വെയിറ്റ് വരാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഏതെങ്കിലും നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നിടത്തു നിന്നോ വാങ്ങുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് 100% ഉറപ്പുണ്ടായിരിക്കണം അതിൽ സാൾട്ടും ടാനിനും ഒക്കെ വളരെ കുറവാണ്. അത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് കിട്ടിയതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനിയിപ്പോൾ 1 കിലോ ബ്ലോക്സ് നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുന്ന സമയവും 5 കിലോ ബ്ലോക്സ് ട്രീറ്റ് ചെയ്തെടുക്കുന്ന സമയവും ഒന്നാണ്. അപ്പോൾ നമ്മളൊരു 5 കിലോ ബ്ലോക്സ് ട്രീറ്റ് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും കൂന കൂട്ടിയിടുകയോ അല്ലെങ്കിൽ ഒരു ചാക്കിലൊക്കെ അതിന്റെ ഈർപ്പമൊക്കെ കളഞ്ഞ് വാരി വെക്കുകയോ ചെയ്താൽ നമുക്ക് ഒത്തിരി നാൾ അത് ഉപയോഗിക്കാം. പലരും കണ്ടിട്ടുണ്ട് ഈ കൊക്കോപിറ്റ് ബ്ലോക്സുകൾ വാങ്ങിയിട്ട് അതിനെ കുതിർത്തതിന് ശേഷം അതിനെ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഗാർഡനിങ്ങിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ കുതിർന്നു വരുന്ന 1 കിലോ ചകിരിച്ചോറിനൊക്കെ തന്നെ 45-50 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 കിലോ ഇതുപോലത്തെ ബ്ലോക്സുകൾ വാങ്ങുകയാണെങ്കിൽ നമുക്കതിനെ 5 കിലോ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബ്ലോക്സ് വാങ്ങി നമ്മളൊരു കുറച്ച് ദിവസം ഒന്ന് മെനക്കെട്ട് ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ലാഭമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നമ്മൾ ഈ കൊക്കോപിറ്റ് ബ്ലോക്സിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. പലരും ഇതിനെ വെള്ളത്തിൽ മാത്രം ഇട്ടും ട്രീറ്റ് ചെയ്തെടുക്കാൻ, അങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏകദേശം 1 മാസത്തോളമൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കിട്ട് വെള്ളം മാറ്റിക്കൊണ്ടുമിരിക്കണം. എന്നിട്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് നമുക്കൊന്നുകിൽ ചാക്കിലോ അല്ലെങ്കിൽ നിലത്തോ കൂന കൂട്ടി ഒക്കെ ഇട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അവൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്ലോക്സിനെ നമുക്കൊന്ന് ട്രീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇതിൻ്റെ വെയിറ്റ് 4 to 5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ബ്ലോക്സ് ആണ്. അപ്പോൾ ഇതിനെ കുതിർത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 25 കിലോയോളം കൊക്കോപിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 100% ഓർഗാനിക് ആണ്. ഇറ്റ് ക്യാൻ ഹോൾഡ് അപ് ടു 7 ടൈപ്സ് ഇറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്രയുണ്ടോ അതിൻ്റെ 7 മടങ്ങായിട്ട് വർദ്ധിക്കുമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാം ഇതിൻ്റെ pH ന്യൂട്രിയൻ്റ് ഒക്കെ ബാലൻസ്ഡ് ആണ് എന്നൊക്കെയാണ് അവരിതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിലെങ്ങനെ യൂസ് ചെയ്യണമെന്നും എഴുതിയിട്ടുണ്ട്. യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ കവറൊക്കെ മാറ്റിയിട്ട് ഇതിന് വലിയ ഒരു പാത്രത്തിലിട്ട് കൊടുക്കണം. വലിയൊരു പാത്രത്തിലിട്ടിട്ട് അതിനെ വെള്ളം ഒഴിച്ച് നമ്മളൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വരും. അതിൻ്റെ അകഭാഗമൊക്കെ കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൽ നോട്ട്സ് എന്നും പറഞ്ഞ് ഒരു കണ്ടന്റ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അത് ഇതാണ്: ഫോർ റെഡ്യൂസിങ് ലിഗ്നിൻ ആൻഡ് ടാനിൻ പ്രസൻസ് വാഷ് കൊക്കോപിറ്റ് ഫോർ 3 times ബിഫോർ യൂസ്. അപ്പോൾ ഇതിൻ്റെ ലിഗ്നിൻ്റെയും ടാനിൻ്റെയും അളവ് കുറയ്ക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ 3 തവണ വാഷ് ചെയ്യണമെന്ന് ഇതിൻ്റെ കമ്പനി ലേബലിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനെ ഡയറക്റ്റ് നമ്മുടെ ഗാർഡനിങ്ങിലും കൃഷിയിലും ഒക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ചെടി കരിഞ്ഞു പോയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് pH ബാലൻസ്ഡ് ആണ്, 100% ഓർഗാനിക് ആണ്, പിന്നെ 100% നാച്ചുറൽ ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ലേബൽ പോലും സാധാരണയായിട്ട് മാർക്കറ്റിൽ വരുന്ന കൊക്കോപിറ്റ് ബ്ലോക്സുകളിൽ കാണാറില്ല. വളരെ അപൂർവമായ ഇതുപോലുള്ള ലേബലുകൾ തന്നെ കാണാറുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും 100% ഉറപ്പോട് കൂടി നമുക്ക് കൊക്കോപിറ്റ്സ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്ത് തന്നെ എടുക്കണം. ഞാൻ സാധാരണയായി ഇതുപോലെ 5 കിലോൻ്റെ ബ്ലോക്സ് മേടിച്ച് അതിനെ ട്രീറ്റ് ചെയ്ത് എടുത്ത് ചാക്കിലോ അല്ലെങ്കിൽ അവിടെ കൂന കൂട്ടി ഇട്ടോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. 1 കിലോയ്ക്ക് നമ്മൾ മെനക്കെടുന്ന സമയവും 5 കിലോയ്ക്ക് മെനക്കെടുന്ന സമയവും ഒന്ന് തന്നെ. അപ്പോൾ നമ്മൾ 5 കിലോ ഒരുപോലെ ആക്കി 5 കിലോ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് ലാഭം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കവറിങ് ഒക്കെ ഇളക്കിയിട്ട് നമുക്കതിനെ വലിയ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കിലോ കൊക്കോപിറ്റ് നമുക്ക് കുതിർത്തെടുക്കാനായിട്ട് 6 മുതൽ 7 ലിറ്ററോളം വെള്ളം വേണം.
അപ്പോൾ ഇതിൻ്റെ ലേബലിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിന് 70 ലിറ്ററിൽ കൂടുതൽ വെള്ളം വേണമെന്ന്. അപ്പോൾ അത്രയും ഇത് കുതിരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ബൾക്കായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും വലിയൊരു പാത്രത്തിൽ വേണം നമ്മൾ ഈ ബ്ലോക്സിനെ ഇട്ട് കുതിർത്തെടുക്കാൻ. ഇതുപോലെ വലിയ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്സിനെ വെച്ച് കൊടുക്കണം. ഫ്രണ്ടിൽ എന്നിട്ട് നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ പുറത്തുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കുതിർന്ന് വരും. ഇതൊരു അരമണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കുതിർന്ന് കിട്ടും. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുതിർന്ന് വന്നപ്പോൾ ഈ ഒരു ബേസണിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ 2 ബേസണിലായിട്ടാണ് നമ്മളിതിനെ നിറച്ച് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാ ഇതിലും കൂടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ ഒരു ഒറ്റ പാത്രമുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും വലിയൊരു പാത്രമില്ല. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇതിൽ ആ ചകിരിയുടെ നാരുകളൊക്കെ ഇഷ്ടം പോലെ കാണാം. കൂടാതെ നമ്മുടെ തൊണ്ടിൻ്റെ കുഞ്ഞു പീസുകളൊക്കെ കാണാറുണ്ട്. ഇതിലിപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊരു നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിയുടേതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ വാങ്ങുന്ന ഏതെങ്കിലും ബ്രാൻഡിന് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റൊക്കെ അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഈ ചകിരിച്ചോറ് മുങ്ങി നിൽക്കണം. വെള്ളം കുറച്ച് മുകളിലായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്കിതിന് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ. അപ്പോൾ നമുക്കിതിലോട്ട് ഇതിൻ്റെ ആ ഒരു കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുമ്മായം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മണ്ണിൻ്റെ pH ഒക്കെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് കുമ്മായം ചേർക്കാറുണ്ട്. അപ്പോൾ വളക്കടയിൽ നിന്നൊക്കെ കിട്ടും ഈ ഒരു കുമ്മായം. അപ്പോൾ 5 കിലോൻ്റെ ബ്ലോക്സിൽ, അതായത് 4.5 കിലോൻ്റെ ബ്ലോക്സിൽ ഒരു ഒറ്റപ്പിടിയാണ് കുമ്മായം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഒരു 1/4 പിടി ഈ ഒരു ബേസണിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ ബേസണിലോട്ട് ഒരു അരപ്പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുമ്മായം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗത്തിലും ആ ഒരു കുമ്മായം എത്തത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് മിക്സായി അതിൻ്റെ ആ ഒരു പുളിപ്പും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു 15 ദിവസം വെച്ചിരിക്കണം. അപ്പോൾ കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അടച്ചു വെക്കാം. അപ്പോൾ 15 ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി നമുക്കൊരു ചാക്കിലോ അല്ലെങ്കിൽ നമുക്ക് മഴ പെയ്ത് ഒലിച്ചു പോകാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂന കൂട്ടിയോ ഒക്കെ ഇട്ടിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണം അപ്പോൾ അതിനെടുത്ത് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇതുപോലെ ഡോളോമൈറ്റോ കുമ്മായമോ ഉപയോഗിച്ച് 10-15 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ വയ്യാത്തവർക്ക് കാൽഷ്യം നൈട്രേറ്റ് ഉപയോഗിക്കാം. അതായത് 1 കിലോ ബ്ലോക്സിൽ 20 ഗ്രാം കാൽഷ്യം നൈട്രേറ്റ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇങ്ങനെ കുതിർത്ത് ടോപ്പിലായിട്ട് വെള്ളം നിൽക്കത്ത രീതിയിൽ കുതിർത്തെടുത്തിരിക്കുന്ന കൊക്കോ പിറ്റിലോട്ട് നമുക്ക് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. അതിന് 2 ദിവസം വെച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള 2 വാട്ടറിൽ കഴുകിയെടുത്താലും മതി. അതിനെ നമുക്ക് കൃഷിയിലും ഇതിലും ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. ഇനി അതല്ല 4 കിലോൻ്റെയോ 5 കിലോൻ്റെയോ ബ്ലോക്സ് ആണെങ്കിൽ അതിലോട്ട് നമുക്ക് 100 ഗ്രാം കാൽഷ്യം നൈട്രേറ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് ലയിപ്പിച്ചതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന കൊക്കോ പിറ്റിലോട്ടിട്ട് നമുക്ക് ഇതുപോലെ ട്രീറ്റ് ചെയ്തെടുക്കാം. 2 ദിവസം വെച്ചിരുന്നാൽ മതി. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിനെ എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് 3-4 നല്ല ഫ്രഷ് വെള്ളത്തിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിൽ ധൈര്യപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ട്രീറ്റ് ചെയ്തെടുത്തിരുന്ന ഈ കൊക്കോ പിറ്റ് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് അറിയാത്തവർക്കാണ്. ഇതിനെ നമുക്ക് വിത്തുകൾ മുളപ്പിക്കാൻ ഉപയോഗിക്കാം. വിത്തുകൾ മുളപ്പിക്കാൻ നല്ല ഒരു ഉപാധിയാണ് ഈ ഒരു കൊക്കോ പിറ്റ് എന്നുള്ളത്. പിന്നെ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാൻ ഉപയോഗിക്കാം. അതായത് ഈ ഒരു കൊക്കോ പിറ്റ് ചേർക്കുന്നത് കൊണ്ട് പോട്ടി മിക്സിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തും. പിന്നെ നല്ല ഒരു എയറേഷൻ കിട്ടും. അതുവഴി നന്നായിട്ട് എളുപ്പത്തിൽ റൂട്ടുകൾക്കൊക്കെ നന്നായിട്ട് ഓക്സിജനൊക്കെ വലിച്ചെടുക്കാനും സാധിക്കും. പിന്നെ ഒന്നെന്താ വെച്ചാൽ നമ്മുടെ ചൂട് കാലത്തൊക്കെ ചെടികളുടെ ചൂട് അധികം വെള്ളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് പുതയിട്ട് കൊടുക്കാൻ ഇതൊരു നല്ല ഉപാധിയാണ്. പിന്നെ നമ്മുടെ അടുക്കള മാലിന്യങ്ങളില്ലേ അതിനെ സംസ്കരിച്ച് ചിലർ കമ്പോസ്റ്റ് ആക്കി എടുക്കാറുണ്ട്. പക്ഷെ അതിൽ നല്ല സ്മെല്ലുണ്ടാകാറുണ്ട്. അങ്ങനെ സ്മെല്ലുണ്ടാകുകയാണെങ്കിൽ ആ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടി നമ്മളുടെ മാലിന്യങ്ങളൊക്കെ അതിലിട്ടതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ കുറേശ്ശെ ഈ കൊക്കോ പെട്ടി കൂടെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടാവും.
അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരുപാട് വെയിറ്റ് ഉള്ള പോട്ടി മിക്സോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രോ ബാഗിലൊക്കെ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പോട്ടി മിക്സ് ആയിട്ട് ഈ ഒരു കൊക്കോപിറ്റ് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാൻ പറ്റും. പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് സ്ഥലപരിമിതി ഉണ്ടാകും. പിന്നെ ഈ മണ്ണ് ലഭിക്കാനൊക്കെ വളരെ പ്രയാസവുമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ കൊക്കോപിറ്റ് വാങ്ങി ട്രീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കൃഷി ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം കുറച്ച് വളമോ മറ്റോ കൂടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനെ നമുക്ക് നന്നായിട്ട് കൃഷിക്കും ഗാർഡനിങ്ങിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കൊക്കോപിറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം വിജയ. താങ്ക് യു ഫോർ വാച്ചിങ്.